അസ്സലാമു അലൈക്കും. എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിലേക്ക് വീണ്ടും സ്വാഗതം. അറിവ് പഠിക്കുക എന്നത് അല്ലെങ്കിൽ അറിവ് എന്നത് ഇസ്ലാമിൻ്റെ ജീവനും മതത്തിൻ്റെ ഏറ്റവും വലിയ തൂണുമാണ്. ഒരു പണ്ഡിതൻ മരിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മരണം എന്നതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. മുമ്പ് കാലങ്ങളിൽ അല്ലെങ്കിൽ ഇസ്ലാം ഇക്കാലം വരെ എത്തിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ മുന്നോട്ട് പോകുന്നതും കാലഘട്ടത്തെ സമുദായത്തിന് വേണ്ട രൂപത്തിൽ നയിക്കാൻ പര്യാപ്തമായ അറിവുള്ളവർ ഉള്ളതുകൊണ്ടാണ്. അറിവില്ലാത്ത ഒരു വിഭാഗമായി മാറുക എന്നത് ഒരു മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. നമുക്ക് ഏറ്റവും പ്രാഥമികമായി ഓരോ മുസ്ലിമിനും ബാധ്യതയായി നിശ്ചയിച്ചിരിക്കുന്നത് താൻ എവിടെയാണ് നിലകൊള്ളുന്നത്, തൻ്റെ മതം എന്താണ് എന്ന് അറിയുക, അത് പഠിക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ് ഈ മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ മറ്റു മതങ്ങളെ അപേക്ഷിച്ച് മുസ്ലിങ്ങൾക്ക് സ്വന്തമായി മതപഠന ക്ലാസ്സുകളും അതുപോലെ മദ്രസകളും അറബി കോളേജുകളും ഇതെല്ലാം തന്നെ മറ്റ് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതായത് നമ്മൾ കേരളത്തിലൊക്കെ ജീവിക്കുമ്പോൾ ഇവിടെ ഹിന്ദുക്കൾക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനോ പോലെയുള്ള മതങ്ങൾക്കൊന്നും ഇതുപോലെയുള്ള മതസ്ഥാപനങ്ങളില്ല. അവരൊക്കെ കോളേജുകളൊക്കെ നടത്തുന്നുണ്ട്. ഈ നടത്തുന്ന കോളേജുകൾ എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ട് ഈ സർക്കാർ എയ്ഡഡോ അൺ എയ്ഡഡോ ആയിട്ടുള്ള ഇവിടെ ഭൗതികപരമായിട്ടുള്ള ജോലി കിട്ടുന്നതിനും മറ്റും വേണ്ടിയിട്ടുള്ളതാണ്. അതേസമയം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയത് അറിവ് പഠിപ്പിക്കുക എന്നതാണ്. അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഇതെന്തിനാണ് മതം പഠിപ്പിക്കാൻ ഒരു കോളേജ്, അവിടെ തീവ്രവാദവും ഭീകരവാദവും അല്ലേ പഠിപ്പിക്കുന്നത്, മറ്റുള്ളവരോടുള്ള വെറുപ്പ് കുത്തിവെക്കുകയല്ലേ ചെയ്യുന്നത് എന്നിത്യാദി സംശയങ്ങളും ചോദ്യങ്ങളും കാണുന്നു. ഇത് നമ്മുടെ മുസ്ലിം സമൂഹത്തെ മറ്റുള്ളവർ ഈ രൂപത്തിൽ കാണുന്നുവെങ്കിലും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ മതപരമായ അറിവ് പഠിക്കുക എന്നത് അവൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. അവൻ്റെ ജീവിതത്തിൽ അതിന് വലിയ സ്ഥാനവുമുണ്ട്. അത് മറ്റുള്ളവർ അംഗീകരിക്കാതിരിക്കുന്നതാണ് ഈ അറിവ് സംബന്ധമായിട്ട് മുസ്ലിങ്ങൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, അറിവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടേതായ നിരവധിയായ മതഗ്രന്ഥങ്ങളുണ്ട്. അത് 4 മദ്ഹബുകളുണ്ട്. 4 മദ്ഹബ് എന്ന് പറയുമ്പോൾ ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി എന്ന് പറയുന്ന 4 മദ്ഹബിൽ പരമായിട്ടും ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് എന്നൊക്കെ പറയാവുന്ന കിതാബുകളുണ്ട്. അത് ഓരോ രീതി, അതായത് ഓരോ അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിലെ ചെയ്യേണ്ട 5 കാര്യങ്ങൾ, ഇപ്പം നിസ്കാരത്തെ പറ്റി എടുത്താൽ നിസ്കാരത്തിന് വേണ്ട പ്രാഥമിക കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ രൂപത്തിലായിരിക്കണം നിസ്കരിക്കേണ്ടത്, ഒരാൾക്ക് രോഗം ബാധിച്ചാൽ അയാളെ എങ്ങനെ നിസ്കരിക്കണം, അല്ലെങ്കിൽ അയാൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെ നിസ്കരിക്കണം, അങ്ങനെ അത് വലിയ ചർച്ച ചെയ്യുന്ന ഒരുപാട് കിതാബുകൾ 5 കാര്യങ്ങളെക്കുറിച്ചും. ആ മേഖല ഫിഖ് എന്ന പേരിലാണ് അറിയപ്പെടുക, കർമ്മശാസ്ത്രം. ഈ കർമ്മശാസ്ത്രത്തിൽ വരുന്നത് നമ്മുടെ നിസ്കാരമായാലും സക്കാത്തായാലും ഷഹാദത്തായാലും അതുപോലെ തന്നെ നോമ്പായാലും ഹജ്ജായാലും അത് എങ്ങനെ ഏതൊക്കെ രൂപത്തിൽ ചെയ്യണം, അതിന് എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റാത്ത സമയം എപ്പോഴാണ്, അത് ചെയ്യേണ്ടത് ആരൊക്കെയാണ് എന്നിങ്ങനെ ആ മേഖല വിശദീകരിക്കുന്ന
ഒരു ശാസ്ത്രമാണ് ഫിഖ്, കർമ്മശാസ്ത്രം. പിന്നെ രണ്ടാമത് ഒരറിവ് എന്ന് പറയുന്നത് അഖീദ, വിശ്വാസപരമായ കാര്യങ്ങൾ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈമാൻ കാര്യങ്ങൾ 6 കാര്യങ്ങളിലാണ് ഒരു മുസ്ലിം വിശ്വസിക്കേണ്ടത്. ഈ 6 കാര്യങ്ങൾ ഓരോന്നും അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ്, അതുപോലെ മലക്കുകളുടെ വിശ്വാസം എങ്ങനെയാണ് തുടങ്ങി ആ വിശ്വാസം വിശദമായി ചർച്ച ചെയ്യുന്ന മേഖലയാണ് അഖീദ എന്ന് പറയുന്നത്. അതിന് വിശ്വാസശാസ്ത്രം. ഏത് വിശ്വാസമാണ് പേച്ച വിശ്വാസം, അതുപോലെ ഏതാണ് നല്ല വിശ്വാസം, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് നേരായ മാർഗം സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്തിക്കുന്ന നേർരേഖ ഏതാണ് വിശ്വാസപരമായി എന്ന് പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രം തന്നെയാണ് അഖീദ എന്ന് പറയുന്നത്. പിന്നീട് മറ്റൊരു ശാസ്ത്രമാണ് സ്വഭാവ രൂപീകരണത്തിൻ്റെ ശാസ്ത്രം. ഒരാൾ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, പള്ളിയിൽ പോയാൽ എങ്ങനെ പെരുമാറണം, അവൻ്റെ കൂട്ടുകാരോട് എങ്ങനെ പെരുമാറണം, അവൻ്റെ ഭാര്യയോട് എങ്ങനെ പെരുമാറണം, അവൻ്റെ മക്കളോട് എങ്ങനെ പെരുമാറണം, അവൻ്റെ സ്വഭാവം എന്തായിരിക്കണം, ഏതൊക്കെ രീതിയാണ് സ്വഭാവ വൈകൃതങ്ങൾ, അത് തിരുത്താൻ എന്ത് ചെയ്യണം എന്നിങ്ങനെ പോകുന്ന വലിയൊരു ചർച്ചയാണ് അഖ്ലാഖ് എന്ന് നമ്മൾ മദ്രസകളിൽ വരെ പഠിച്ചു വരുന്ന രീതി എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ശാസ്ത്രം ഈ വിശദീകരണത്തിൻ്റെ ശാസ്ത്രമാണ് ബയാൻ. അത് ഖുർആനിലെ ചില ആയത്തുകൾ അല്ലെങ്കിൽ അള്ളാഹു നമ്മോട് സംവദിച്ചത് അത് ഏതൊക്കെ രൂപത്തിൽ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് പറയുന്ന അതിന് മആനി എന്ന് പറയാം. പിന്നെ മറ്റൊരു ശാസ്ത്രം എന്ന് പറയുന്നത് മന്തിക്ക് എന്ന് പറഞ്ഞാൽ തർക്കശാസ്ത്രം എന്ന് പറയുക, അല്ലെ സംസാര രീതി. ഓരോ കാര്യങ്ങൾ ഗണ്ണിക്കാനും, അതായത് നമ്മുടെ ഈ ഇസ്ലാമിലെ ഓരോ ഭാഗങ്ങൾ എടുത്തിട്ട് തന്നെ പലരും അതങ്ങനെയാണ് ഇങ്ങനെയല്ല എന്ന് നമ്മളോട് തർക്കിക്കാൻ വരാറുണ്ട്. ആ ഒരു ശാസ്ത്രമാണ് തർക്കശാസ്ത്രം എന്ന് പറയുന്നത്. പിന്നെ നുജൂമിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്ന ഒന്നുണ്ട്, നക്ഷത്ര കണക്കുകൾ. നമ്മളെ ജ്യോതിഷമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ മേഖലയിലാണ് വരുന്നത്. അതും വലിയൊരു മേഖലയാണ് നുജൂമിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറെ ഒന്നുണ്ട്, സാധാരണ ഈ പ്രവാചക വൈദ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ചിലർ. അത് ഇസ്ലാമിലെ ശാസ്ത്രമല്ല, പക്ഷെ തിബ്ബുൻ നബവി എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പണ്ട് കാലത്ത്, അതായത് നമ്മുടെ വിശ്വാസപ്രകാരം 1600ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചതാണല്ലോ. ആ സമയത്ത് ഓരോരുത്തർക്കും അക്കാലത്ത് ആശ്രയിച്ചിട്ട് കേട്ടോ, ഇത്ര പോലെ ഈ സയൻസും ടെക്നോളജിയും വൈദ്യശാസ്ത്രമൊന്നും പുരോഗമിക്കാത്ത അക്കാലത്ത് ഓരോരുത്തരൊക്കെ നബിയോട് പല ബുദ്ധിമുട്ടുകൾ പറയായിരുന്നു. അതായത് വീട്ടിൽ ഇങ്ങനെ പട്ടിണിയാന്ന്, ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടാന്ന്, അതുപോലെ തന്നെ പല കാര്യങ്ങൾ, പശുവിന് ഒട്ടകത്തിന് പാല് കറക്കാൻ പറ്റുന്നില്ല, ആടിന് ചത്തുപോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലതും പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അതിന് നബി ഓരോരുത്തർക്കും ഓരോ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ വഴികളാണ് തിബ്ബുൻ നബവി എന്ന് പറഞ്ഞിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ വേറെ ചിലർ പറയാറുണ്ട് ഈ ഹുജൂമ്, മറ്റേ ഹിജാബ്, കൊമ്പ് വെക്കലും കൊത്തിവെക്കലൊക്കെ അത് ഇസ്ലാമിൻ്റെ ശാസ്ത്രമല്ല. അത് വരുന്നതെന്ന് വെച്ചാൽ നബീൻ്റെയും മുമ്പ് ഉള്ള കാലത്തെ നിലവിലുണ്ടായിരുന്ന ഒരു രീതിയാണ്. ഈ ശരീരത്തിൽ നിന്ന് രക്തം കുത്തിക്കളയുന്നതും കപ്ലിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക ഈ കൊമ്പ് വെക്കൽ എന്നൊക്കെ പറയുന്ന ശാസ്ത്ര രീതി, അതൊന്ന് ഇസ്ലാമിൻ്റെ പേരിലേക്ക് കൊണ്ടുവരുവാന്ന് നബിയൊക്കെ ചെയ്തിരുന്നു എന്ന് വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അക്കാലത്തുള്ള എന്തെങ്കിലുമൊക്കെ ചികിത്സാ രീതികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് ഇസ്ലാമിൻ്റെ അധ്യാപനമായിട്ടുള്ള ഒരു രൂപത്തിൽ പരിചയപ്പെടുത്തുമ്പോഴാണ് അതിന് ബുദ്ധിമുട്ട് വരുന്നത്.
പിന്നെ മറ്റു ചിലർ പറയാറുണ്ട് യൂനാനി എന്ന് പറയുന്ന നബീൻ്റെ പിന്തുണയോട് കൂടിയിട്ടുള്ള ശാസ്ത്രമാണ്. നല്ല യൂനാനി എന്ന് പറയുന്നത് പണ്ട് കാലം മുതലേ നബീൻ്റെ എത്രയോ കാലം മുമ്പേ ഹക്കീം എന്നാണ് അവർ യുനാനി വൈദ്യശാസ്ത്രം പഠിച്ചവർ അറിയപ്പെടുക. ദാവൂദുൽ ഹക്കീം എന്ന് പറയുന്ന ഒരു വലിയനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലുക്മാനുൽ ഹക്കീമിനെ പറ്റിയൊക്കെ. അവരൊക്കെ ജീവിച്ച സുലൈമാൻ നബിയുടെയും ദാവൂദ് നബിയുടെയൊക്കെ കാലത്താണ്. അപ്പോൾ എന്ന് വെച്ചാൽ നബിയുടെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ. അങ്ങനെ ശാസ്ത്രം ഒരുപാട് പഠിക്കാൻ, അല്ലെങ്കിൽ അറിവുകൾ ഒരുപാട് പഠിക്കാനുണ്ട്. അത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. അതിപ്പോൾ ഒരു വ്യക്തി, ഒരു ഉസ്താദ് ആജീവനാന്ത അയാളുടെ ആയുസ് മുഴുവൻ ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാലും അയാൾക്ക് ഒരറിവ് പോലും, അയാളുടെ അറിവിൻ്റെ ഒരംശം പോലും അയാൾക്ക് പഠിക്കാനോ കഴിയില്ല എന്നതാണ് ഈ അറിവിൻ്റെ മേഖലയെക്കുറിച്ച് പറയാനുള്ളത്. വലിയൊരു കടലാണ്, ഒരുപാട് പഠിക്കാനുള്ളത്. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഒരു പ്രസംഗത്തിനിടെ ഒരാൾ ചോദിച്ചു, മൂസാ നബിയെ, ലോകത്തിലേക്ക് വെച്ചിട്ട് ഏറ്റവും അറിവുള്ള ആൾ നിങ്ങളല്ലേ? അത് വലിയൊരു വിവാദമായി. അതേ സംബന്ധിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കൂടുതൽ പേരിലേക്ക് എത്താൻ അത് ഉപകരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.